والأخذ بالتجويد حتم لازم من لم يجود القرآن آثم لأنه به الإله أنزلا وهكذا منه إلينا وصلا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم الدين. أما بعد. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചു എന്നുള്ളത്. പ്രത്യേകിച്ചും ഇൽമു തജ്വീദ് പഠിക്കാൻ വേണ്ടി. നമ്മൾ ഖുർആൻ്റെ ഇൽമാണ് ഇൽമു തജ്വീദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ അമാലുകൾ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നാളെ നമ്മൾ മീസാനിൽ ഒരു ഘനം കൂടുന്ന ഒരു അമലായി മാറ്റി തരുമാറാകട്ടെ. ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തർ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ നെയ്യത്ത് ശരിയാക്കണമെന്നാണ്. സെൽഫുകൾ ഒരുപാട് ഗൗരവത്തോടെ എടുത്ത വിഷയമാണ് നെയ്യത്ത് ശരിയാക്കുന്ന വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രസിദ്ധമായ ഒരു ഹദീസാണ്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഇന്ന തീർച്ചയായും അഖ്വഫ മാ അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് ഷിർക്കുൽ അസ്ഗർ. എന്താണ് ഷിർക്കുൽ അസ്ഗർ? റിയ. നമ്മൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അമലിനാണ് റിയ എന്ന് പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നെയ്യത്ത് ശരിയാക്കാനും അതുപോലത്തെ റിയയെ തൊട്ട് കാക്കാനും എളുപ്പമാക്കി തരട്ടെ. നമ്മൾ ഏതൊരു ഇൽമ പഠിക്കുന്ന സമയത്ത് ഉലമാക്കൾ പറയുന്ന കാര്യമാണ് നമ്മളെ ഇൽമിനെ കുറിച്ച് 10 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇൽമിനെക്കുറിച്ച് 10 കാര്യങ്ങൾ മനസ്സിലാക്കണം. ആ 10 കാര്യങ്ങൾ കവിതയായി വന്നിട്ടുണ്ട്, എല്ലാതെയും വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രസിദ്ധമായൊരു കവിയാണ് മുഹമ്മദ് ഇബ്നു സബ്ബാൻ റഹിമഹുല്ല. അദ്ദേഹം മിസ്രിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയൊരു കവിതയാണ്, ഇന്ന മബാദിഅ കുല്ലി ഫന്നിൻ അശറ അൽ ഹദ്ദു വൽ മൗദൂഉ സുമ്മ സമറ വനിസ്ബത്തുൻ വഫദ്ലുഹു വൽ വാദിഉ വലിസ്മുൽ ഇസ്തിംദാദു ഹുക്മു ശാരിഅ മസായിലുൻ വൽ ബഅദു ബിൽ ബഅദി ഇക്തഫാ വമൻ ദറൽ ജമീഅ ഹാസ ശറഫ. നമുക്കിത് അർത്ഥം മനസ്സിലാക്കാം. ഇന്ന മബാദിഅ കുല്ലി ഫന്നിൻ അശറ, എല്ലാ ഫന്നിൻ്റെയും അടിസ്ഥാനം 10 കാര്യങ്ങളാണ്. എല്ലാ ഫന്നിൻ്റെയും അടിസ്ഥാന കാര്യം 10 ആണ്. അൽ ഹദ്ദു, ആ പഠിക്കുന്ന കാര്യത്തിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ നിർവചനം. വൽ മൗദൂഉ, അതിൻ്റെ വിഷയം. സുമ്മ സമറ, അത് പഠിച്ചാലുള്ള ഫ്രൂട്ട്സ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്. വനിസ്ബത്തുൻ, ഈ ഇൽമും മറ്റ് ഉലൂമുകളും തമ്മിലുള്ള ബന്ധം എന്താണ്. വഫദ്ലുഹു, ഇൽമിന് ശ്രേഷ്ഠത എന്താണ്. വൽ വാദിഅ, ഈ ഇൽമിന് ഫസ്റ്റ് ആദ്യമായി രചിച്ച വ്യക്തിയാണ്, കിതാബ് രചിച്ച വ്യക്തിയാരാണ്, അതുകൊണ്ടാണ് വാദി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിസ്മുൽ ഇസ്തിംദാദ്, വൽ ഇസ്ം, ഈ ഇൽമിൻ്റെ പേരെന്താണ്. വൽ ഇസ്തിംദാദ്, ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്താണ്, ഇതിൻ്റെ മസ്ദർ, നമ്മൾ ഇവിടുന്നാണ് ഈ ഇൽമ എടുക്കുന്നത്. ഹുക്മു ശാരിഅ, ഇത് പഠിക്കുന്നതിന് ഹുക്കും എന്താണ്. ഇസ്ലാമിലൊരു കാര്യം പഠിക്കാൻ ഹുക്കും ഉണ്ടാവും. തയ്യിബ്. മസായിലുൻ വൽ ബഅദു ബിൽ ബഅദി ഇക്തഫാ, ഇതിലുള്ള മസ്അലകൾ എന്തെല്ലാണ്. വമൻ ദറൽ ജമീഅ, ഈ 10 കാര്യങ്ങൾ ഇതൊരാൾ മനസ്സിലാക്കിയോ ഹാദ ശറഫ, അവനക്ക് ഉന്നതി കിട്ടും. ഈ 10 കാര്യങ്ങൾ മനസ്സിലാക്കിയത് നമുക്ക് ഇൽമു തജ്വീദ് അനുസരിച്ചിട്ട് ഈ 10 കാര്യങ്ങൾ മനസ്സിലാക്കാം. തയ്യിബ്. അൽ ഹദ്, നമ്മളൊരു വാക്ക് പഠിക്കുന്ന സമയത്ത് ഭാഷാപരമായ അർത്ഥം പഠിക്കണം, സാങ്കേതികപരമായ അർത്ഥം പഠിക്കണം. അതിനാണ് അറബിയിൽ ലുഗത്തൻ ഇസ്തിലാഹ് എന്ന് പറയുക. ലുഗത്തൻ എന്ന് വെച്ചാൽ ഭാഷാപരമായ അർത്ഥം, ഇസ്തിലാഹ് എന്ന് വെച്ചാൽ സാങ്കേതികപരമായ അർത്ഥം. ലുഗത്തൻ ഇതിൻ്റെ അർത്ഥം ഇത് വരുന്നത് ജവ്വദ യുജവ്വിദു തജ്വീദൻ, അതാണ് എൻ്റെ ഫിഅൽ. അതിൻ്റെ അർത്ഥം തഹ്സീൻ, ഹസ്സന യുഹസ്സിനു തഹ്സീൻ, നന്നാക്കുക. ജവ്വദ ഫുലാനുൻ ഷെയ്അൻ, ഫുലാൻ ഒരു കാര്യം നന്നാക്കി. ഹസ്സന ഫുലാനുൻ ഷെയ്അൻ, ഫുലാൻ ഒരു കാര്യം നന്നാക്കി, ഒരു അർത്ഥമാണ് ഹസ്സന, നന്നാക്കുക. ഇസ്തിലാഹൻ, സാങ്കേതികപരമായ അർത്ഥം. തജ്വീദുൽ ഉലമാക്കൾ തജ്വീദ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് ഇതിൻ്റെ അർത്ഥം. ഇഖ്റാജു കുല്ലി ഹർഫിൻ മിൻ മഖ്റജിഹി, എല്ലാ ഹർഫും അതിൻ്റെ മഖ്റജിൽ നിന്ന്, മഖ്റജുൻ്റെ ഉത്ഭവസ്ഥാനത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക, അതിൻ്റെ ആർട്ടിക്കുലേഷൻ പോയിൻറ്റ്സ്. വ ഇഅ്താഉഹു, എടുക്കുന്ന സമയത്ത് വ ഇഅ്താഉഹു, നമ്മൾ ആ ഹുറൂഫുകൾക്ക് കൊടുക്കണം. ഹുറൂഫ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അക്ഷരങ്ങൾക്ക് കൊടുക്കണം. എന്ത് കൊടുക്കണം? ഹഖ്ഖഹു വ മുസ്തഹഖഹു മിന സിഫാത്തി വൽ അഹ്കാം. എന്താണ് ഹഖ്? ഹാറൂൺ, മുഖ്താർ, നിങ്ങളുടെ 3 ആൾക്കാർ, എത്ര ആൾക്കാരുണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ജസീം ഓർമ്മയുണ്ടോ? അത് ട്രാൻസ്ലേഷൻ. ഇതിലുള്ള ഹക്ക് ഉദ്ദേശിക്കുന്നത്, ഹക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിഫാത്തുൻ ലാസിമ. സിഫത്തുൻ ലാസിമ, സിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശേഷണം. എല്ലാ ഹർഫും വിശേഷണം ഉണ്ടാവും.
ലാസിം എന്ന് വെച്ചാൽ ഏത് സിറ്റുവേഷനിലും ഈ സിഫത്തിൻ്റെ കൂടെ ഉണ്ടാവും. അതിന് മാറ്റം, അത് ഏത് സിറ്റുവേഷനിലും സിഫത്ത് ഇതിനുകൊണ്ട് വിട്ടുപോകില്ല. മുസ്തഹഖ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സിഫത്തുൻ ആരിദ. സിഫത്തുൻ ആരിദ എന്ന് വെച്ചാൽ ഓരോ സബബുകൾ കൊണ്ട് ഉണ്ടാകുന്ന സിഫത്തുകൾ. എക്സാമ്പിൾസ് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മനസ്സിലാവും. ഉദാഹരണം, ഇപ്പം താ എന്ന് പറയുന്ന ഹർഫ്, ഇതിന് ഹംസ് എന്ന് പറയുന്ന ഒരു സിഫത്ത്, ഹംസ് എന്ന് പറയുന്ന സിഫത്തുണ്ട്. ഇതിനാണ് അത് ഉദ്ദേശിക്കുന്നത് ജറയാനുൻ നഫസ്, അതായത് എയർ പാസ്സാവണം. ഇപ്പം സൂറത്തുൽ ഇൻഫിത്താർ, ഇദസ്സമാഉ ഫതറത്, ആ ഒരു ശബ്ദം കേൾക്കുന്നില്ല, അതുണ്ടാണോ? ഇപ്പോൾ നമ്മൾ അതില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഫതറത് ശരിയല്ല, ഫതറത് അങ്ങനെ ആവാൻ പാടില്ല, ഫതറത്. ഓക്കെ, അതാണ് ജറയാൻ നഫസ്. ഏത് സിറ്റുവേഷനിൽ ഈ താ പറയുന്ന സമയത്ത് ഈ ഹംസിൻ്റെ സിഫത്ത് ഉണ്ടാണോ? ഇനി എന്താണ് ഹക്ക്? ഈ എന്താ പറയുക, ആരിതായി വരുന്ന എന്താ മുസ്തഹഖ്, അതായത് സബബ് കൊണ്ട് വരുന്നതിനോട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ഖറിയത്തുൻ, സെക്കൻഡ് എക്സാമ്പിൾ മിരിയ. ഞാൻ റോ പറയുന്ന സമയത്ത് ഫസ്റ്റ് എക്സാമ്പിൾ ഹെവി ആക്കിയിട്ടാണ് പറഞ്ഞത്. ഹെവിക്ക് അറബിയിൽ തഫ്ഹീം എന്നാണ് പറയുക, ഘനം കൂട്ടി പറയുന്നത്. രണ്ടാമത് മിരിയ, ഘനം കുറച്ച് പറഞ്ഞു, അതിന് തറക്കീക്ക് എന്നാണ് പറയുക. അതായത് രണ്ട് വേർഡിനും റാക്ക് സുക്കൂനാണ്, പക്ഷേ ഒന്നിന് ഫത്ഹ മുമ്പ് വന്നു, രണ്ടാമതിന് കെസ്ര മുമ്പ് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് സിഫത്ത് മാറി. ഫസ്റ്റ് കെലിമത്തിന് തഫ്ഹീം എന്ന് പറയുന്ന സിഫത്ത് വന്നു, ഐ മീൻ റാക്ക് തഫ്ഹീം എന്ന സിഫത്ത് വന്നു. ഖറിയ, കരിയ എന്നല്ല പറഞ്ഞ ഖറിയ. സെക്കൻഡ് വണ്ണിന് മീമിന് കെസ്ര ആയതുകൊണ്ട് അതിന് സബബ് മാറി, അപ്പോൾ എന്തായി? തർക്കീഖായി, മിരിയാനായി. അതാണ് മുസ്തഹഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സബബ് കൊണ്ട് സിഫത്തുകൾ മാറുന്നത്. പക്ഷെ എപ്പോഴും ഉണ്ടാകുന്ന സിഫത്തിന് ഹക്ക് എന്ന് പറയുന്നത്. അതാണ് ഹഖഹു മുസ്തഹഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തയ്യിബ്, ഇനി അൽ മൗദൂ, എന്താണ് തജ്വീദിന് വിഷയം? ഇൽമു തജ്വീദിന് വിഷയം എന്താണ്? കെലിമാത്തുൽ ഖുർആനിൽ കരീം, ഖുർആനിൻ്റെ കെലിമത്തുകളാണ്, ജുംലകളാണ്. എങ്ങനെ? തജ്വീദോട് ഓതാനും മഖ്റജായിട്ടും സിഫാത്തുമായിട്ട് ഓതാൻ, അതാണ് അതിൻ്റെ വിഷയം. അസ്സമറ, ഇൽമു തജ്വീദ് പഠിക്കുന്ന ഗുണം എന്താണ്? ബെനഫിറ്റ്സ് എന്താണ്? സൗനുൽ ലിസാനി മിനൽ ലഹ്നി വൽ ഖതഇ ഫിൽ ഖുർആനിൽ കരീം. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ്. എന്തിൽ നിന്ന്? തെറ്റിൽ നിന്നാണ്. ലഹ്നും ഖത ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, തെറ്റിൽ നിന്ന് നമ്മുടെ നാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അന്നിസ്ബ അഹദുൽ ഉലൂമി ശർഇയ്യത്തിൽ മുതഅല്ലിഖത്തി ബിൽ ഖുർആനിൽ കരീം. ഖുർആൻ കരീം ആയി ബന്ധപ്പെട്ട ഉലൂമുകളിൽ പെട്ടൊരു ഇൽമാകുന്നു ഇൽമു തജ്വീദ്. അൽ ഫദ്ൽ, ഇൽമു തജ്വീദിന് ശ്രേഷ്ഠത എന്താണ്? അതാണ് ഫദ്ൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്നഹു മുതഅല്ലിഖുൻ ബിൽ ഖുർആനിൽ കരീം. ഈ ഇൽമു തജ്വീദ് ഖുർആനായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഫഷറഫുഹു, ഇൽമു തജ്വീദ് ഷറഫ്, അതിൻ്റെ ശ്രേഷ്ഠത എങ്ങനെയാണ്? ബിഷറഫി മാ യതഅല്ലഖു ബിഹി, അതെന്തിനോടാണ് ബന്ധപ്പെട്ടത് അതനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായിട്ടാണ് ബന്ധപ്പെട്ടത്? ഖുർആനായിട്ട്. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അൽ വാദിഅ, വാദിഅ മിൻ ജഹത്തിൽ ഇൽമിയ, മിൻ ജഹത്തിൽ തദ്വീൻ ഉണ്ട്, മിൻ ജഹത്തിൽ അമലിയ ഉണ്ട്. വാദി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇൽമു തജ്വീദിൽ ആദ്യമായിട്ട് ആരാണ് ഒരു കിതാബ് രചിച്ചത്, ആ വ്യക്തിയാണ് വാദിഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമലിയൻ തത്ബീഖൻ, പ്രാക്ടിക്കലായിട്ട് ആരാ ചെയ്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിതാബായിട്ട് എഴുതിയതോ അൽ ഖലീൽ ഇബ്ൻ അഹ്മദ് അൽ ഫറാഹിദി. ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. റാജിഹായ അഭിപ്രായം ഇതാണ്. എന്താണ് റാജിഹായ അഭിപ്രായത്തോട് ഉദ്ദേശിക്കുന്നത്? തെളിവിനോട് യോജിച്ച അഭിപ്രായം, ഏറ്റവും കൂടുതൽ യോജിച്ച അഭിപ്രായം. അൽ ഇസ്ം, ഇതിൻ്റെ പേരെന്താണ്? ഇൽമു തജ്വീദ്. അൽ ഇസ്തിംദാദ്, ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? നമുക്ക് എവിടെ നിന്നാണ് ഇൽമു തജ്വീദ് കിട്ടുന്നത്? അൽ ഖുർആൻ വസ്സുന്ന, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും. ഒരുപാട് ഹദീസുകളുണ്ട്. ഒരു സഹാബി ഓതുന്നു, അപ്പോൾ മറ്റേ സഹാബി തിരുത്തി, അങ്ങനെയല്ല ഓതേണ്ടത്. ലിൽ ഫുഖറാ, അവിടെ മദ് നീട്ടണം, മദ് നീട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് തജ്വീദ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നത്. ഹുക്മു ശാരിഅ, ഹുക്മു ശാരിഅ രണ്ടെണ്ണമാണ്. ഒന്ന് അൽ ഖിസ്മുൽ അമലി, അൽ ഖിസ്മുൽ ഇൽമി. തയ്യിബ്, അൽ ഖിസ്മുൽ ഇൽമി, എന്താണ് ഖിസ്മുൽ ഇൽമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് പഠിക്കുന്നത്, അതിൻ്റെ തിയറി. അതായത് ഇപ്പോൾ സാക്കിന നൂനും തൻവീന് ശേഷം തൻവീനും സാക്കിന നൂനിന് ശേഷം യാമെന്നല്ല, ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അതേപോലെ ഓരോ അഹ്കാമുകളും. അതിന് ഹുക്കം എന്താണ്? ഫർദു കിഫായ. അതായത് ഒരു നാട്ടിൽ ഒരു വ്യക്തി പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്കാർക്ക് അതിൻ്റെ ബാധ്യത പോയി കഴിഞ്ഞു. ഒരാൾ പഠിച്ചാൽ മതി.
അൽ ഖിസ്മുൽ അമലി എന്താണ്? വാജിബുൻ വുജൂബൻ ഐനൻ അലാ കുല്ലി മൻ യുരീദു ഖിറാഅത ഷൈഇൻ മിൻ ഖുർആൻ കരീം. ഖുർആനിന് ഒരാൾ ഓതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആരെല്ലാം ഓതാൻ ഉദ്ദേശിക്കുക അവർക്കെല്ലാം ഇത് വാജിബാണ് പഠിക്കൽ. അതിന് തെളിവുകൾ എന്തെല്ലാണ്? അൽ അദില്ലത്തു അലൽ വുജൂബി മിൻഹ, വുജൂബിനെ അറിയിക്കുന്ന തെളിവുകൾ. അതില്ല കൊണ്ട് ഉദ്ദേശിക്കുന്ന തെളിവുകൾ. മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നും. വറത്തിലിൽ ഖുർആന തർത്തീല, നിങ്ങൾ ഖുർആൻ തർത്തീലായിട്ട് ഓതണം. വറത്തിൽ ഖുർആൻ തർത്തീല. ഇവിടെ വറത്തിൽ സീഗത്തുൽ അമ്രാണ്, അതായത് കമാൻഡാണ്. ഇപ്പം ഉസൂൽ ഫിഖിലൊരു ഖായിദയാണ്, ഒരു അമ്ര വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഖരീന ഇല്ല, അത് മുസ്തഹബ് സുന്നത്താണെന്നോ മക്രൂഹാണെന്നോ മുബാഹാണെന്നാണ് അറിയിക്കുന്നൊരു ഖരീന ഇല്ലെങ്കിൽ അതിൻ്റെ അസ്ൽ അതെന്താണ്? വാജിബാണ്. അപ്പോൾ ഇവിടെ വറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കമാൻഡായി പറഞ്ഞു. അപ്പം തർത്തീലോട് ഓതൽ വാജിബാണ്. അത് വാജിബല്ല എന്ന് പറയണമെങ്കിൽ കൂടെ എന്തെങ്കിലും നമുക്കൊരു തെളിവ് വേണം, ഒരു അടയാളം വേണം, അതല്ല എന്ന് പറയണമെങ്കിൽ. പക്ഷേ ഇവിടെ അടയാളമില്ല. അതുകൊണ്ട് നമുക്കെന്ത് മനസ്സിലാക്കാം? തജ്വീദോട് ഓതൽ വാജിബാണ്. മിനസ്സുന്ന, ഹദീസിൽ നിന്നും. قالت عائشة رضي الله عنها في وصف قراءة النبي صلى الله عليه وسلم. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാഅത്തിൻ്റെ വിശേഷിപ്പിച്ചുകൊണ്ട് എങ്ങനെ? وكان يقرأ سورة فيرتلها حتى تكون أطول من أطول منها. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂറത്ത് ഓതുന്നു, ഒരു ചെറിയ സൂറത്ത് ഓതുന്നു. പക്ഷേ ആ ചെറിയ സൂറത്ത് ഓതാൻ അതിനെക്കാട്ടും വലിയ സൂറത്ത് ഓതാൻ എത്ര സമയം എടുക്കും? അത്രയും എടുക്കുമായിരുന്നു. സൂറത്തുൽ നസ്ർ, സൂറത്തുൽ ദുഹ, ഏതാണ് വലുത്? സൂറത്തുൽ ദുഹ. പക്ഷേ നസ്ർ ഉദാഹരണം മാത്രം കേട്ടോ, ഹദീസിലിങ്ങനെ വന്നിട്ടില്ല. നസ്ർ ഓതുന്ന സമയത്ത് ദുഹൻ്റെ അത്ര സമയം എടുക്കും. അതായത് അത്രയും നല്ല തർത്തീലോടെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത്. സുഇല അനസ് അൻ ഖിറാഅത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹുനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖിറാഅത്തിനെ പറ്റി ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു റളിയല്ലാഹു അൻഹു, കാന യമുദ്ദു മദ്ദൻ, മദ് ചെയ്യുമായിരുന്നു. എന്താണ് മദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയോ? നീട്ടുമായിരുന്നു, ഇലോങ്ങേഷൻ. സുമ്മ ഖറഅ, എന്താണ് റസൂലുള്ളാഹി ഓതി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യമുദ്ദു ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാൻ, ബിസ്മില്ലാഹ് അവിടെ നീട്ടി. വയമുദ്ദു ബിർ റഹ്മാൻ, റഹ്മാൻ അവിടെ നീട്ടി. വയമുദ്ദു ബിർ റഹീം അവിടെ നീട്ടി. ഇതെന്താണ് അറിയിക്കുന്നത്? അവർ തജ്വീദോടെയാണ് ഓതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഇലത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അൻ ഖിറാഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്ത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാഅത്തിനെ കുറിച്ച്. അപ്പോൾ അവർ പറഞ്ഞു, കാന യഖ്തഉ ഖിറാഅതഹു ആയതൻ ആയതൻ, ഓരോ ആയത്തും ഓരോ ആയത്തിൻ്റെ വഖഫ് കൊടുക്കുമായിരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, അങ്ങനെ. മഫ്ഹൂം? തജ്വീദ് എന്താണ് പറഞ്ഞത്? ഇഖ്റാജു കുല്ലി ഹർഫിൻ മിൻ മഖ്റജിഹി വ ഇഅ്താഹു ഹഖ്ഖഹു വ മുസ്തഹഖഹു, അതാണ് തജ്വീദ് അർത്ഥം. തർത്തീൽ, അതായത് തജ്വീദിൻ്റെ അർത്ഥം തർത്തീലാണ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസറുണ്ട്. തർത്തീൽ എന്ന് വെച്ചാൽ തജ്വീദുൽ ഹുറൂഫി വ മഅരിഫത്തുൽ വുഖൂഫ്, അതായത് ഹർഫുകൾ തജ്വീദോടെ ഓതലും മഅരിഫത്തുൽ വുഖൂഫ് വഖഫിനെ കുറിച്ച് പഠിക്കലും മനസ്സിലാക്കലാണ്. ഈ ഡെഫിനിഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാം? തർത്തീൽ കുറച്ച് ആമാണ്, കുറച്ചുകൂടി പൊതുവായതാണ്. തജ്വീദ് തർത്തീൽ അണ്ടറിൽ വരുന്നതാണ്. അതായത് തജ്വീദ് കംസ് അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് തർത്തീൽ, ബട്ട് തർത്തീൽ ഡസൻ കം അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് തജ്വീദ്. ഓക്കെ, അതാണ് തർത്തീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ല? ഓക്കെ. ഇനി ഇജ്മാ. എന്താണ് ഇജ്മാ? ലാ ഖിലാഫ ബൈനൽ മുസ്ലിമീന അലാ വുജൂബി ഖിറാഅത്തിൽ ഖുർആൻ قراءة مجودة سليمة من التحريف من عهد نزول القرآن إلى وقتنا الحاضر. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതൽ നമ്മുടെ ഈ കാലം വരെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഖിലാഫുമില്ല. എന്ത്? ഖുർആനെ മുജവ്വദ തജ്വീദോടെ ഓതണം, തെറ്റുകളിൽ തഹരീഫ് ഇല്ലാതെ അത് സലീമായിട്ട് ഓതണം, ഒരു ഖിലാഫുമില്ല. അതാണ് ഇജ്മാ ഉണ്ടെന്ന്. അതേപോലെ തന്നെ തുടക്കക്കാരൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കിതാബാണ് തുഹ്ഫത്തുൽ അത്ഫാൽ. അതിനുശേഷം മൻദൂമത്തുൽ ജസരിയ, അതൊരു തർത്തീബാണ് പഠിക്കുന്നുണ്ട്, വാജിബ് എന്നല്ല, പക്ഷേ സാധാരണ ഇപ്പോൾ കണ്ടെഴുതുന്ന രീതി അങ്ങനെയാണ്. മൻദൂമത്തുൽ ജസരിയിൽ ഇമാം ജസരി റഹിമഹുല്ലാ ഈ കവിത കൊണ്ടിരുന്നുണ്ട്.
يقول ابن الجزري رحمه الله: والأخذ بالتجويد حتم لازم من لم يجود القرآن آثم لأنه به الإله أنزل وهكذا منه إلينا وصل. والأخذ بالتجويد حتم لازم. തജ്വീദ് എടുക്കുക, തജ്വീദോട് ഓതൽ. ഹത്മുൻ ലാസിമുൻ. ഹത്മുൻ ചെയ്ത് വാജിബാണ് ഉദ്ദേശിക്കുന്നത്, നിർബന്ധം ഉദ്ദേശിക്കുന്നത്. ലാസിം വെച്ചാൽ അതന്നെ നിർബന്ധമായിട്ട് തന്നെ. അപ്പോൾ തജ്വീദോട് ഓതൽ വാജിബാണ്. മല്ലം യുജവ്വിദൽ ഖുർആന, ഖുർആൻ തജ്വീദോട് ഓതിയിട്ടില്ലെങ്കിൽ ആസിമു, അവൻ കുറ്റക്കാരനാണ്. ലി അന്നഹു, കാരണം, ബിഹിൽ ഇലാഹു അൻസല, അള്ളാഹു ഇലാഹ്, അള്ളാഹു അങ്ങനെയാണ് ഖുർആൻ ഇറക്കിയത്. വഹാകദ, അങ്ങനെയാണ് മിൻഹു ഇലൈന വസല, അങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയതും. മഫ്ഹൂമല്ല? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഇത് വെച്ച് അവസാനിപ്പിക്കാം. ഇലാഹുന ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.